അത് എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി. സാധാരണ സാക്ഷ്യം പറയുന്നവർ പറയാത്ത കുറച്ച് കാര്യങ്ങളാണ്. അവർ പറഞ്ഞത് ഒന്ന് കാരുണ്യ പ്രവൃത്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും കൂടി ഒരുമിച്ച് പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു. പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു. നമ്മുടെ ജീവിതം രാവിലെ തുടങ്ങുന്നതെന്ന് പറഞ്ഞു. രാവിലെ ഒരു ചിട്ടയിലങ്ങ് തുടങ്ങുകയാണ്. 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോടുകൂടി. അതിനുശേഷം നമ്മൾ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ അരുവിയിലെ വചനമൊക്കെ വായിച്ച് ജീവിച്ച് പിന്നീട് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളുള്ള ദിവസം പ്രേക്ഷിത പ്രവർത്തനത്തിന് പോകും, അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനത്തിന് പോകും. തിരിച്ച് സന്ധ്യയ്ക്ക് കയറുമ്പോൾ നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചെല്ലും. കേരള സഭയെ ഒരു പ്രത്യേക രീതിയിൽ ദൈവം ഇങ്ങനെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ അടയാളങ്ങൾ നമുക്കറിയാമല്ലോ. ഇപ്പോൾ 9 ധ്യാനമാണ് നമുക്കുള്ളത്. ഇപ്പോഴേ ഡിസംബർ മാസം മുതൽ അത് ഏതാണ്ട് 11 ധ്യാനമായിട്ട് വർദ്ധിക്കും. കാരണം എല്ലാ ചൊവ്വാഴ്ചകളും അല്ലേ ഇപ്പോഴ്, എല്ലാ തിങ്കളാഴ്ചകളും. അപ്പോൾ ചില ഡിസംബർ മാസമൊക്കെ 5 തിങ്കളാഴ്ച ഉണ്ട്, 5 ചൊവ്വാഴ്ചയുണ്ട്. അപ്പോൾ അതനുസരിച്ച് ധ്യാനവും കൂടും. അപ്പോൾ ഈ ധ്യാനത്തിലൂടെ ലഭിക്കുന്ന ഉൾക്കാഴ്ച കുറേ സഹോദരങ്ങൾ ഇന്ന് സാക്ഷ്യത്തിൽ പറഞ്ഞു. യൂട്യൂബറുടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് പ്രേരണയായിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. ഇത് അച്ഛൻ പറയുന്നു, അച്ഛനൊരു അടയാളം അല്ലെങ്കിൽ ഉപകരണം അല്ലെങ്കിൽ ഒരു മാധ്യമമാണ്. ശരിക്കും പറഞ്ഞാൽ കൃപാസനത്തിൻ്റെ പണ്ട് മുതലുള്ള രീതി എന്ന് പറയുന്നത് കെറൂബുകളുടെ നടുവിലുള്ള കൃപാസനത്തിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമെന്നാണ് യഹോവ പറഞ്ഞത്. ഇല്ലേ? സംസാരിക്കുന്നത് ആരായിരിക്കും? ദൈവമാണ് സംസാരിക്കണം. ഈ ദൈവവചനത്തെ വ്യാഖ്യാനിച്ച് തന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതബന്ധിയായിട്ട് ഇത് വ്യാഖ്യാനിച്ച് തരുമ്പോഴാണ് ഞാനത് നിങ്ങൾക്ക് പകർന്ന് തരണത്. എന്നിട്ടാണ് അത് നമ്മുടെ പത്രത്തിൽ വരണത്. ഈ പത്രമാണ് നമ്മൾ കൊണ്ടുപോയി ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ആരാണ് നമ്മൾ കൈമാറണത്? ദൈവത്തിൻ്റെ വചനം ആണ് കൈമാറുന്നത്. അത് വായിക്കുന്നവരെ ദൈവത്തെ ശ്രവിച്ച് അതിൽ വിശ്വസിക്കുന്നവർക്ക് അത് അടയാളമായിട്ട് മാറുകയും ചെയ്യും. ഇപ്പോൾ ഈ വിശ്വാസ നിലവാരം വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് എയിമായിരിക്കും. കാര്യം വിശ്വാസം എന്ന് പറയണത് നമുക്കറിയാവില്ല, മേഘങ്ങളുണ്ടല്ലേ? പെയ്യുന്ന മേഘങ്ങളുമുണ്ട്, വന്ധ്യമേഘങ്ങളുമുണ്ട്. ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പെയ്യുന്ന മേഘങ്ങളുണ്ട്, നീരാവി ഘനീഭവിച്ച് മഴയായി വീഴുന്ന മേഘങ്ങളുണ്ട്, വെറും വരണ്ട മേഘങ്ങളുമുണ്ട്. വിശ്വാസവും വരണ്ട വിശ്വാസമുണ്ട്, പെയ്യുന്ന വിശ്വാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവകൃപ ചൊരിയുന്ന വിശ്വാസം. ഈ വിശ്വാസം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസം പെയ്യുന്നതാണോ അല്ലെങ്കിൽ പെയ്യാത്ത വിശ്വാസമാണോ എന്നറിയണത് എങ്ങനെയാണ്? വിശ്വാസത്തിലുള്ള ഇപ്പം മേഘം അത് പെയ്യുന്ന മേഘമാണോ പെയ്യാത്ത മേഘമാണോ എന്നറിയേണ്ടത് എങ്ങനെയാണ്? അതിൻ്റെ ഇവാപ്പറേഷൻ കണ്ടൻ്റാണ്. അതിൻ്റെ നീരാവി എന്തുമാത്രമുണ്ട് അത്രയും അത് കനം തൂങ്ങി പെയ്യുന്ന മേഘമാണ്. ഇതുപോലെ വിശ്വാസത്തിൻ്റെ കനമെന്താ? വിശ്വാസത്തിൻ്റെ കനമെന്താ? കനം വെയിറ്റുള്ള വിശ്വാസമുണ്ട്, തൂവൽ വിശ്വാസങ്ങളുണ്ട്. ഫെദർ ഫെയ്ത്ത് ഉണ്ട്. ഫെദർ ഫെയ്ത്താണെന്ന് വെച്ചാൽ ഫെയ്ത്താണ്, പക്ഷേ തൂവലിൻ്റെ ഭാരമേ കാണത്തുള്ളൂ. വിശ്വാസത്തിൻ്റെ കനം എന്താണ്? വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ദി ഫെയ്ത്ത്? എന്താണത്? അത് സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം പെയ്യുന്ന വിശ്വാസമാക്കി മാറ്റാൻ, കനമുള്ള വിശ്വാസമാക്കി മാറ്റാൻ ദൈവം എന്താ ചെയ്യണത്? കർത്താവേ, എൻ്റെ വിശ്വാസത്തെ സ്നേഹത്താൽ നിറക്കണമേ. പ്രാർത്ഥിച്ചേ, കർത്താവേ, എൻ്റെ വിശ്വാസത്തെ സ്നേഹത്താൽ നിന്നോടുള്ള സ്നേഹത്താൽ നിറക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഞങ്ങളുടെ വിശ്വാസം കൊണ്ട്
നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിന്റെ ബലമതിന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഴമാ ദിവസ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ഞങ്ങളെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനയെ സ്തുതി പോയിച്ചുണ്ടായിരുന്നു. വിശ്വാസം തന്നെ സ്നേഹത്തിൻ്റെ വേറെ ഒരു രൂപമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? വിശ്വാസം തന്നെ സ്നേഹത്തിൻ്റെ പക്ഷേ ഏറ്റവും ഡിഗ്രി കുറഞ്ഞ രൂപമാണ്. വിശ്വാസം സ്നേഹത്തിൻ്റെ ഏറ്റവും ഡിഗ്രി കുറഞ്ഞ രൂപമാണ്. ഇത് നമ്മൾ ഡിഗ്രി വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? സ്നേഹത്തിൻ്റെ ഡിഗ്രി വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് വിശ്വാസത്തിൻ്റെ ഡിഗ്രി വർദ്ധിച്ചുകൊണ്ടിരിക്കും. വിശ്വാസം പ്രത്യാശയാകും, പിന്നെ വിശ്വാസം തനി സ്നേഹമായി മാറും. ദൈവിക പുണ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് വിശ്വാസം ഏറ്റവും കുറഞ്ഞ സ്നേഹത്തിൻ്റെ രൂപമാണ് വിശ്വാസം. ഏറ്റവും കുറഞ്ഞ സ്നേഹത്തിൻ്റെ രൂപമാണ് വിശ്വാസം. ഇതിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണത് എങ്ങനെയാണ്? സ്നേഹം എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണം? അതിനാണ് ഹോംവർക്ക് വെച്ചിരിക്കുന്നത്. ഈ സ്നേഹം അപ്ഗ്രേഡ് ചെയ്യാൻ അഥവാ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാനും നിങ്ങൾ എംപവർ ആൻഡ് ആംപ്ഡ് ആകാൻ വേണ്ടിയാണ്, ശക്തീകരിക്കാൻ വേണ്ടിയാണ് എന്ത് വെച്ചിരിക്കണത്? കാരുണ്യപ്രവൃത്തി വെച്ചിരിക്കണത്. കാരുണ്യപ്രവൃത്തിയൊക്കെ ചെയ്യുമ്പോൾ ഓർക്കണം അത് എന്തിനാണ്? എൻ്റെ ലെവൽ വർദ്ധിപ്പിക്കുക. എൻ്റെ ലെവൽ സ്നേഹത്തിൻ്റെ നിലവാരം ഞാൻ വർദ്ധിപ്പിക്കുക. അത് ചെയ്യണതെല്ലാം സ്നേഹത്തെ ഒരു പത്രമാണ് കൊടുക്കണമെങ്കിലും അത് കർത്താവേ നിൻ്റെ പീഡാനുഭവത്തെ പ്രതി എന്ന് പറഞ്ഞിരിക്കണം. ഈ സ്നേഹം വർദ്ധിപ്പിക്കാൻ എപ്പോഴും നല്ലത് അനുസ്മരിപ്പിക്കുന്നത് പീഡാനുഭവമായിരിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? സ്നേഹം വർദ്ധിപ്പിക്കാൻ അനുസ്മരിക്കാൻ നല്ലത് എന്താണ്? പീഡാനുഭവമാണ്. ആരുടെ? യേശുവിൻ്റെ പീഡാനുഭവം. എന്താ കാര്യം വെച്ചാൽ പീഡാനുഭവം എൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഡോ ദിസ് ഇൻ മെമ്മറി ഓഫ് മീ എന്നവൻ പറഞ്ഞത്. നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞത് പീഡാനുഭവമാണ്. അവനെക്കുറിച്ച് മരണവും അല്ലേ, അവൻ്റെ സ്വയം ദാനം ഒക്കെയാണ് നമ്മൾ ഓർക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പത്രം കൊടുക്കുമ്പോൾ നിങ്ങളെ ഓർക്കേണ്ടത് എന്താ? അവൻ്റെ പീഡാനുഭവം. പീഡാനുഭവത്താൽ അവൻ നേടിയെടുത്ത രക്ഷ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ മഹത്തായ മുദ്രകളാൽ, മഹത്തായ അഭിഷേകത്താൽ ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളും ഞങ്ങളുടെ ജീവിത ദുരിതങ്ങളും ഞങ്ങളുടെ രോഗങ്ങളും കർത്താവേ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ യോഗ്യതയില്ല, അങ്ങയുടെ യോഗ്യതയാൽ. ഉടമ്പടിയുടെ ആ വിത്തിൽ നിന്ന് മുളച്ചു വരുന്നതാണ് ഇതെല്ലാം. ഇലയും പൂവും കായുമായിട്ട് കച്ചം പറയണതെല്ലാം അതിൻ്റെ വിത്തെന്താ? ഉടമ്പടിയാ. അവൻ പറയണത് പോലെ ചെയ്യുക. അതെപ്പോഴും മറന്നു പോകരുത്. ഉടമ്പടിയുടെ മർമ്മം മറന്നു പോകരുത്. അവൻ പറയണത് പോലെ ചെയ്യുക. പക്ഷെ അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ 2:5 യോഹന്നാൻ 2:5 അവൻ പറയണത് പോലെ ചെയ്യുക. 2:3. അപ്പം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ, അവൻ പറയണ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് നമുക്ക് എന്തുണ്ടാകണം? അടിസ്ഥാനപരമായിട്ട് അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്തുണ്ടാകണം? സ്നേഹമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് വിഷയം വേണ്ടത്. ഈ ഉടമ്പടി ഓരോ ദിവസവും വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തെ വർദ്ധിപ്പിക്കണം. ഇപ്പം നിങ്ങളുടെ ഉടമ്പടിയുടെ ലെവൽ അറിയണമെങ്കിലേ, നിങ്ങളുടെ ഉടമ്പടിയുടെ ലെവൽ അറിയണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊന്ന് വന്നാൽ മതി. നിങ്ങളെടുത്ത ഉടമ്പടിയുടെ ലെവല് അറിയണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ മതി. എന്തുകൊണ്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ലാഗ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. കാര്യം നിങ്ങളുടെ പച്ചത്തിരിയും നീലത്തിരിയും തമ്മിലുള്ള അകലം അറിഞ്ഞാൽ മതി. 2 തിരികൾ നിങ്ങൾ കത്തിച്ച് വെക്കുന്നു. രാവിലെ കത്തിക്കണത് നീലത്തിരി അല്ലേ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന. സന്ധ്യക്ക് കത്തിക്കണത് പച്ചത്തിരി, ഉടമ്പടി പ്രാർത്ഥന. ഇത് 2 അടുത്തടുത്താണ് അത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കറക്റ്റായിട്ടാണെങ്കിൽ, ബാലൻസ്ഡ് ആണെങ്കിൽ ഇത് 2 ഒരു പൊക്കമായിട്ടാണ് വരേണ്ടത്. പക്ഷെ പല വീടുകളിലും എന്താ സംഭവിച്ചിരിക്കുന്നത്? നീലത്തിരി നീലത്തിരിയാണ്
മുകളിൽ നിൽക്കണത്, പച്ചത്തിരി കത്തിത്തീർന്നിരിക്കണേ. എന്താ കാര്യം? രാവിലെ കത്തിക്കണത് എന്താണ്? നീലത്തിരി അല്ലേ? നീലത്തിരിയാണ് പലയിടത്തും കത്താതെ ഇരിക്കണത്. പച്ചത്തിരി സന്ധ്യ കത്തിക്കണതാണ്, അതാണ് കത്തിത്തീർന്നിരിക്കുന്നത്. ഒരു 5 സെൻറ്റിമീറ്റർ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നിങ്ങളുടെ ഫലത്തിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ നീലത്തിരിയും പച്ചത്തിരിയും തമ്മിലുള്ള സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസമാണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. രാവിലെ എഴുന്നേക്കത്തില്ല, എഴുന്നേൽക്കുമ്പോൾ താമസിച്ചു പോകും. അതുകൊണ്ട് എന്തു ചെയ്യും? പ്രത്യക്ഷിക്കേണ്ട നിങ്ങൾ എന്താ സംഭവിച്ചിരിക്കണമെന്ന് അറിയാമോ? ആ ഹാർട്ടാണ് പോയിരിക്കണത്. കാര്യം ഉടമ്പടിയുടെ ഹാർട്ട് എന്താ? നീലത്തിരിയാണ്, പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയാണ്. മറ്റത് ടാഗ് പ്രെയറാണ്. സന്ധ്യക്ക് പക്ഷിയും പട്ടിയും എല്ലാം പ്രാർത്ഥിക്കുന്നതാണ്. അത് കെട്ടിയെടുത്ത് ഉടമ്പടി ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതെല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞിട്ട് കുളത്തിൻ്റെ അകത്ത് കിണർ വരച്ചിട്ട് കുഴിച്ചിട്ട് അതിനകത്ത് വെള്ളം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇരിക്കും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ പ്രാർത്ഥന എന്താ? 5:30-ക്കുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. കാര്യം ഉടമ്പടി നിൽക്കണ എന്തിലാണ്? പ്രത്യക്ഷീകരണത്തിലാണ്. തിരുസഭ ഇത് പഠിക്കുക മാത്രമല്ല, തിരുസഭയ്ക്ക് ഇതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് 2 ലക്ഷം മനുഷ്യരാണ് ഇന്ന് കേരളത്തിൽ ലോകം മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കത്തോലിക്കർ മാത്രമല്ല, പെന്തക്കോസ്റ്റ്, യാക്കോബൈസ്, ഓർത്തഡോക്സുകാർ, മുസ്ലിംസ്, ക്രൈസ്തവർ, ഹിന്ദുക്കൾ, ഹൈന്ദവ സഹോദരങ്ങൾ ഒക്കെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോഴാണല്ലോ അവർക്ക് ഉടമ്പടി ചെയ്യാൻ അനുവാദം ഇല്ലാത്തത്. ചില ഇഷ്യൂസ് ഉണ്ടായതിൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത ഒരു ആരോപണം വന്നു, നമ്മൾ മതം മാറ്റുകയെന്ന് പറഞ്ഞുകൊണ്ട്. ആരോപണത്തിൻ്റെ പേരിലാണ് സമുദായ സൗഹാർദ്ദത്തിന് വേണ്ടി തൽക്കാലം ഇങ്ങനെ ഒരു നടപടി എടുത്തിരിക്കുന്നത്. പക്ഷേ അവർക്ക് മാതാവിൻ്റെ തിരുസന്നിധിയിൽ അപേക്ഷ എഴുതിയിടാം, അവരെ ദൈവം അനുഗ്രഹിക്കും. പക്ഷേ വിശുദ്ധമായിട്ട് ജീവിക്കണം. അത്രേ പ്രശ്നമുള്ളത്. ഇപ്പം നമ്മുടെ വിഷയം എന്ന് പറയണത്, നമ്മൾ ദൈവത്തോട് ചെയ്തിരിക്കണ ഒരു പ്രതിജ്ഞ ഉണ്ട്. ആ പ്രതിജ്ഞ നമ്മൾ ഉടമ്പടിയാണത്. അത് രാവിലെ എഴുന്നേക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി കിടന്നുറങ്ങണം. ശരിക്കും ഈ 5:30-ക്ക് എഴുന്നേൽക്കണമെങ്കിൽ, 5:30-ക്ക് പ്രാർത്ഥനയ്ക്ക് വരെയും നമ്മൾ 4 മണിക്ക് 5 മണിക്ക് നമ്മൾ ഫ്രഷായിരിക്കണം. എന്നാലും 5:30-ക്കുള്ള പ്രാർത്ഥന നടക്കത്തുള്ളൂ. 5:30-ക്കുള്ള പ്രാർത്ഥനയാണ് ഇതിൻ്റെ മെയിൻ മർമ്മം എന്ന് പറയണത്. അവിടെയാണ് വിഷയം. അതാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. വൈകുന്നേരത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉടമ്പടി പ്രാർത്ഥനയാണ്, ടാഗ് പ്രെയറാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു വിശ്വാസം കൊണ്ട് മാത്രം നിങ്ങളുടെ കാര്യം നടന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി കൃപാസനത്തിൽ നടക്കണ മുഴുവൻ പ്രാർത്ഥനകൾ അതിലേക്ക് ടാഗ് ചെയ്യുകയാണ് ചെയ്യണത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രാർത്ഥന നമ്മളുടെ ആവശ്യത്തിലേക്ക് ടാഗ് ചെയ്യുന്നതാണ് സന്ധ്യയ്ക്ക് നടക്കുന്ന പച്ചത്തിരി ഉടമ്പടി പ്രാർത്ഥന. പക്ഷേ ഇതിന് മർമ്മ പ്രാർത്ഥന ഏതാ? രാവിലെയുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉടമ്പടി വന്നിരിക്കുന്നത്. ഇപ്പോൾ വത്തിക്കാനിലൊക്കെ ആമസോൺ സിനഡ് കഴിഞ്ഞപ്പോഴേ അവിടെ ഒരു ഗർഭിണിയുടെ രൂപം എഴുന്നള്ളിച്ചില്ലേ, അതിൻ്റെ പേരെന്താ? പച്ചമാമ അല്ലേ? നിങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കിക്കുക പച്ചമാമ എന്താണെന്ന്. അത് മദർ ഓഫ് ടൈം എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ ഗോത്രവർഗങ്ങളുടെ വിഗ്രഹാരാധനയാണ്. ഈ മദർ ഓഫ് ടൈം എന്ന് പറയുന്ന ഏഴാകൂടം സഭയിൽ ഇന്നല്ലെങ്കിൽ നാളെ വരും. അതുകൊണ്ട് അതല്ല മദർ ഓഫ് ടൈം, യഥാർത്ഥ മദർ ഓഫ് ടൈം പരിശുദ്ധ അമ്മയാണെന്ന് കൃപാസനത്തിലാണ് ലോകത്തിൽ ആദ്യമായിട്ട് ദൈവം നമ്മളെ വെളിപ്പെടുത്തിയ ഇതിൻ്റെ സൂചനകളെ നോക്കിക്കൊണ്ട് വേണം വിശ്വാസി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് മാതാവിൻ്റെ മനസ്സ്. സമയഘടികാരം ചാർത്തിക്കൊണ്ട് എന്തുകൊണ്ട് സമയഘടികാരം കാണിച്ചു? മാപ്പാപ്പാടെ ഒരു പേഴ്സണൽ വീഡിയോ കോൺഫറൻസ് ഉണ്ട്. അതിൽ പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്, ഇറ്റ്സ് എ സീക്രട്ട്, സം ട്രബിൾ ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് പറയുന്നുണ്ട്. എന്തോ ദുരന്തമുണ്ടാകാൻ പോകുന്നു. ഞാനത് ഉടനെ നെറ്റിൽ നിന്ന് അപ്ലോഡ് ചെയ്തെടുത്തിട്ട് എൻ്റെ വാട്സപ്പിലാക്കിയിട്ടുണ്ട്. മാർപ്പാപ്പ പറയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന പേഴ്സണൽ കോൺഫറൻസാണ്. നമ്മൾ സാധാരണ ലൈവ് പോകത്തില്ലേ, സാധാരണ വീഡിയോ, അങ്ങനെ ഒരു സെക്ഷനുണ്ട്. അതിൽ പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്, ഇറ്റ്സ് എ സീക്രട്ട്, സം ട്രബിൾ ഈസ് ഗോയിങ് ടു ഹാപ്പൻ, എന്തോ ദുരന്തമുണ്ടാകാൻ പോണ്.
പപ്പായുടെ ഈ വർത്തമാനം കേട്ടപ്പോഴും ഞാൻ ഓർത്തത് 2004 ഡിസംബർ 7 സമയഘടികാരം കാണിച്ചുകൊണ്ട് അമ്മ എന്താ പറഞ്ഞത്? എന്തോ ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. അത് സുനാമിയല്ലേ, സുനാമി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞാണ് ഞാൻ 10 കൊല്ലം കളഞ്ഞത്. അതിനാണ് എനിക്ക് വാടിപ്പെട്ടി വെച്ച് പണി കിട്ടിയത്. അനങ്ങാൻ പറ്റില്ല, കയറാൻ പറ്റില്ല. 5 മിനിറ്റിനുള്ളിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നു. ആ പ്രത്യക്ഷീകരണം പ്രാർത്ഥിച്ചവനൊക്കെ സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം ഇങ്ങനെ തുടരുകയാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ആ ദുരന്തമെന്ന് പറയുന്നത് പാത്തിമാസിക്കട്ട് പോലെയോ എന്താണെന്ന് സഭയല്ലേ പറയേണ്ടത്? ലോകത്തിൻ്റെ അവസാനമാണോ, കർത്താവിൻ്റെ രണ്ടാം വരവാണോ, എന്താണെന്ന് പറയേണ്ടത് ആരാണ്? സഭയാണത് പഠിച്ച് പറയേണ്ടത്. അതിനാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമ്മളെല്ലാവരും ചെല്ലണത്. അതുകൊണ്ട് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിങ്ങളുടെ നീലത്തിരി ഇപ്പോഴും അധികം കത്താതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് സമാധാനം ഉണ്ടാകാൻ താമസിക്കും. നിങ്ങളായിട്ട് നിങ്ങൾക്ക് വിഷയം ഉണ്ടാക്കരുത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആഴമായ ബോധ്യങ്ങള്, പ്രബോധനങ്ങള് ഈ ആരാധനയിൽ പകർന്നതിന് നന്ദി പറയുന്ന കർത്താവേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയിൽ സ്തുതിയും വീഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ യോഹന്നാൻ 2:3 അനുസരിച്ചുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്ത് കർത്താവിൻ്റെ കാരുണ്യ പ്രവൃത്തിയുടെ, കർത്താവിൻ്റെ ലോകത്തേക്ക് കൊടുക്കുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ സാക്ഷ്യം നമ്മൾ ജീവിക്കുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി ഡൺ ഔട്ട് ഓഫ് ലവ്. അതെങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവിനോടുള്ള സ്നേഹത്താലാണ് ചെയ്യേണ്ടത്. ഈ സ്നേഹത്താൽ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളെ ഉടമ്പടി ചെയ്യുന്നവരുടെ സ്നേഹനിലവാരം വളരെ ചിട്ടയായ രീതിയിൽ വളരും. ഉടമ്പടി ഞാൻ കറക്റ്റായിട്ട് ഇപ്പോഴേ എന്ത് ചെയ്തിരിക്കണത്? 90 ദിവസമാണ് ഉടമ്പടിയുടെ പ്രഖ്യാപിത ടൈം. അത് കറക്റ്റ് ചെയ്ത് തന്നെ നിങ്ങൾ പോകണം. ബാക്കി നിങ്ങൾക്ക് സമയം അത് പുതുക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ സമയവും നിങ്ങളുടെ സൗകര്യമൊക്കെ നോക്കിയിട്ടാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പുതുക്കി കണ്ടിന്യൂ ചെയ്യാൻ സമയമുള്ളവർ, അതിനുള്ള അത്രയും വിശ്വാസദാർഢ്യമുള്ളവർ ചെയ്യണം. ചില ആൾക്കാർ അച്ഛനെ കാണാൻ വേണ്ടി പുതുക്കി കൂട്ടണുണ്ട്. അതാണ് വന്നിരിക്കുന്ന അബദ്ധം. ഉടമ്പടിയുടെ ഉദ്ദേശം അച്ഛനെ കാണുകയല്ല, മറിച്ച് ദൈവവുമായിട്ട് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട്, അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മുടെ സ്നേഹം വർദ്ധിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. 14:23 യോഹന്നാൻ്റെ സുവിശേഷം ഒന്ന് പറഞ്ഞ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന എൻ്റെ വചനം പാലിക്കും. അപ്പം അവൻ പറഞ്ഞതുപോലെ ചെയ്യണത് ആരാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. അപ്പം നിങ്ങൾ കാരുണ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ, നിങ്ങൾ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ചോദിക്കണം, കർത്താവ് ഇത് ഞാൻ ചെയ്യുമ്പോൾ ഇതനുസരിച്ച് കൊണ്ട് ഉടമ്പടിയല്ലല്ലോ നമ്മുടെ ലക്ഷ്യം ആണോ? അല്ല, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതാ 1 Corinthians 14:1 അല്ലേ? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഉടമ്പടിയല്ല നമ്മുടെ ലക്ഷ്യം, ദൈവസ്നേഹമാണ് നമ്മുടെ ലക്ഷ്യം. പത്രം കൊടുക്കുമ്പോഴും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴും കാരുണ്യപ്രവർത്തി ചെയ്യുമ്പോഴും സ്നേഹമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നീ നിറഞ്ഞ സ്നേഹമുള്ള ദൈവപൈതലോട് തോന്നിയാൽ പിന്നെ ദൈവം നിന്നെ എങ്ങനെ പിരിയാം? ഇതിനുള്ളിൽ നമ്മൾ പാപങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട് ഇല്ലേ? പാപങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട്. എന്തിനാണ് പാപങ്ങൾ ഉപേക്ഷിക്കുന്നത്? പാപങ്ങൾ ഉപേക്ഷിക്കണത് എന്തുകൊണ്ടാണ്?
അതായത് അധർമ്മം വർദ്ധിക്കുമ്പോഴേ സ്നേഹം തണുത്തു പോകും. അതുകൊണ്ടാണ് മനസ്സിലായില്ലേ? പാപം ഉപേക്ഷിക്കണത് എന്തുകൊണ്ടാണ്? ഉടമ്പടി നമ്മൾ പാപം ഉപേക്ഷിക്കണില്ലേ? 3 പാപങ്ങൾ വെച്ച് ഓരോ മാസം അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിൽ 3 പാപങ്ങൾ വെച്ച് നമ്മൾ ഉപേക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ്? പാപം അല്ലെങ്കിൽ അധർമ്മം. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 24:12. മത്തായി ശ്ലീഹ 24:12 ഒന്ന് പറഞ്ഞ്, അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകും. പ്രൈസ് ദി ലോർഡ്. സ്നേഹം ചൂടായി നിർത്താൻ വേണ്ടിയാണ് പാപങ്ങളെ നമ്മൾ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. സുധിയുടെ ഹല്ലേലൂയ, സുധിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് ദൈവമേ, പാപങ്ങൾ വെറുത്തുപേക്ഷിക്കാൻ, വിശുദ്ധിയോട് ജീവിക്കാൻ, പുതിയ സൃഷ്ടിയായി തീരാൻ ഉടമ്പടി അഭിഷേകമായി തീരണമേ. ഉടമ്പടി എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അപ്പോൾ ഈ സ്നേഹം വർദ്ധിക്കുമ്പോഴേ, ഇപ്പോൾ കാരുണ്യപ്രവൃത്തി ചെയ്ത്, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത്, പാപം ഉപേക്ഷിച്ച്, ദൈവത്തോട് പ്രാർത്ഥിച്ച്, വചനം കേട്ട്, വചനം പാലിച്ച്, അങ്ങനെ പടിയായിട്ട് സ്നേഹം വർദ്ധിക്കുമ്പോൾ എന്നാ പറ്റണം? ഈശോ പറഞ്ഞ എന്താ? നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ, അവൻ പറയുന്ന പോലെ ചെയ്താൽ എന്തു ചെയ്യും? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അതാണ് യോഹന്നാൻ 2:3, യോഹന്നാൻ 15:10 ബന്ധമുണ്ട്. നിങ്ങളെൻ്റെ കൽപ്പന പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. യോഹന്നാൻ 15:10 ഒന്ന് പറഞ്ഞ്, നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പം അവൻ പറയണ പോലെ ചെയ്യുമ്പോഴേ, അവൻ്റെ വചനം പാലിക്കുമ്പോഴേ നമ്മൾക്ക് എന്താ സംഭവിക്കണത്? നമ്മുടെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. വീണ്ടും അധർമ്മം വന്നാലോ സ്നേഹം തണുത്തു പോകും. അപ്പം ലവ് ലെവല് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഉയർത്തിക്കൊണ്ട് ശക്തമായി ശ്രദ്ധിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടിയിൽ ആഴമാർ ജീവിക്കാൻ, ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ, പാപങ്ങളെ വെറുത്ത് ജീവിക്കാൻ, കർത്താവെ വിശുദ്ധിയോടുകൂടി ആത്മശുദ്ധിയോട് ജീവിക്കാൻ ഉടമ്പടി അഭിഷേകമായി തീരണമേ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കുന്നു. അപ്പോഴ് ഈ 1 കൊരിന്ത്യർ 13:14 എന്താണ്? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അത് ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായാലും ഭൗതിക ജീവിതത്തിനായാലും നിത്യതയ്ക്കായാലും ഈ ഒരൊറ്റ വിഷയത്തിനാണ് വിശ്വാസി പരവുമായ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പോൾ 15:7 യോഹന്നാൻ്റെ സുവിശേഷം ഈശോ ഇടയ്ക്ക് നമ്മൾ പറയണതാണ്. എന്നാ പറയണതാണ്? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിന്നാൽ, നിങ്ങൾ എൻ്റെ വചനം പാലിച്ച് എൻ്റെ സ്നേഹത്തിൽ നിലനിന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇഷ്ടമുള്ളതാ ചോദിക്കാൻ പറ്റണത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ദൈവസ്നേഹത്തിൽ നിലനിന്നാൽ കർത്താവ് പറഞ്ഞു ഇഷ്ടമുള്ളത് ചോദിക്കാം. ദൈവസ്നേഹത്തിൽ നിലനിൽക്കാതെ ഇഷ്ടമുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ കളിക്കാനോ അധികാരത്തിനോ അഹങ്കാരത്തിനോ ലോകാരൂപിയാവും. ഇപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. 15:7 ഈശോ എന്നാ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിന്നാൽ ഇഷ്ടമുള്ളത് ചോദിക്കാം. കാനഡയിൽ പോകണമെങ്കിൽ എവിടെ പോകണമെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ ജോലി, വീട്, അതൊന്നും പ്രശ്നമല്ല. കാര്യം എന്താ? ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് നിലനിൽക്കുന്നൊരു വ്യക്തിക്ക് അഹങ്കാരിയാകാനോ മത്സരബുദ്ധിയുള്ള ആളാകാനോ പറ്റത്തില്ല. അപ്പോൾ അഹങ്കാരിയും മത്സരബുദ്ധിയും അല്ല എന്നുണ്ടെങ്കിൽ നിനക്കിഷ്ടമുള്ളത് ചോദിക്കാം. കാര്യം എന്താ? നീ ചോദിക്കണത് മറ്റു മനുഷ്യരുടെ മുമ്പിൽ ആളാകാനോ മറ്റു മനുഷ്യരെക്കാൾ ജയിക്കാനോ അല്ല. മത്സരങ്ങൾ വരുമ്പോഴാണ് നേരെ താഴെ പോകും, ദൈവസ്നേഹം കുറഞ്ഞു പോകും. നിങ്ങൾ മത്സരത്തിലാണ് നിങ്ങൾ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അത് ലോകാരൂപിലാണ് വീട് വെക്കണത്. നിങ്ങൾ മത്സരത്തിലാണ് വണ്ടിയുടെ ബ്രാൻഡ് വാങ്ങിച്ചിട്ട് കമ്പനി മാറണമെന്നുണ്ടെങ്കിൽ അത് ലോകാരൂപിയിലാണ്. അളിയനുമായിട്ടോ അയൽവാസിയുമായിട്ടോ മത്സരം വന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലല്ല നിലനിൽക്കുന്നത്, ലോകത്തിൻ്റെ സ്നേഹത്തിലാണ് നിലനിൽക്കുന്നത്.
ലോകത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം, പക്ഷേ ദൈവത്തിന് പ്രയോജനം ഉണ്ടാകത്തില്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിത്യതയ്ക്കാണ് പ്രശ്നം വരാൻ പോണത്. ലോക സ്നേഹത്തിലാണ് നിങ്ങളെ ജീവിതത്തെ കൈകാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രതിസന്ധി വരാൻ പോണത് എവിടെയാണ്? ലോകത്തിലല്ല, നിത്യതയിലാണ്. എന്താ കാര്യം? നിത്യത എന്ന് പറഞ്ഞാൽ എന്താ? ഏകസത്യ ദൈവമായി നിന്നെയും നീ യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ, അല്ലേ? 17:3 യോഹന്നാന്റെ സുവിശേഷം. ഒന്ന് പറഞ്ഞ്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. അപ്പോൾ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് കൊണ്ട് ദൈവത്തെ അറിയുകയാണല്ലോ. അറിയണത് എങ്ങനെയാ? സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, അല്ലേ? 1 യോഹന്നാൻ 4:8 എന്താ പറയണത്? സ്നേഹിക്കാത്തവൻ പറഞ്ഞ് ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അപ്പം എങ്ങനെയാണ് അറിയണത്? സ്നേഹം കൊണ്ടാണ് അറിയണത്. നിത്യജീവൻ എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളുടെ ഈ ആത്മാവിൻ്റെ കൊഗ്നിറ്റീവ് പവറില്ലേ, കൊഗ്നിറ്റീവ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാനുള്ള സംവേദനക്ഷമത. ആത്മാവിനെ അറിയാം. ഇപ്പം നമ്മളെ രുചി നാക്കില്ലേ, നാക്ക് 5 വയസ്സുകാരൻ ഒരു മിഠായി തിന്നു, 50 വയസ്സുകാരൻ മിഠായി തിന്നു, ഒരു മധുരമാണ് അല്ല. എന്താ കാര്യം? ഒരു മിഠായി, ഒരു കമ്പനിയുടെ മിഠായി തന്നെ 5 വയസ്സുകാരൻ തിന്നു, ഹായ് എന്നും പറയോ, എന്ത് മധുരമെന്ന്. അത് തന്നെ 50 വയസ്സുകാരൻ തിന്ന്, അത്രയും മധുരം തോന്നത്തില്ല. എന്താ കാര്യം? 50 വയസ്സ് ജീവിച്ച് കഴിയുമ്പോൾ ഈ നാവിൻ്റെ ടേസ്റ്റ് ബഡ്സ് ഇല്ലേ, രസന ഗുളികകൾ, ബഡ്സുകളെല്ലാം തേഞ്ഞിട്ട് സംവേദനം കുറഞ്ഞിരിക്കും. ഈ രുചി ഭേദങ്ങളെ ഈ നാവ് ഡിക്റ്റേറ്റ് ചെയ്ത് ബ്രെയിനിലേക്ക് കൊടുത്തിട്ട് തലച്ചോറാണല്ല പറയേണ്ടത് മധുരമാണ് കറുപ്പാണെന്ന്. ഇപ്പോൾ തലച്ചോറിലേക്ക് ഡേറ്റ എത്തത്തില്ല. കാര്യം ഇവിടുന്ന് കിട്ടിയാൽ മാത്രമല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നാവിൻ്റെ കഴിവ് കുറയും, രുചി സംവേദിക്കാനുള്ള കഴിവ് കുറയും. ആത്മാവിന് ഇതുപോലൊരു സംവേദന രീതികളുണ്ട്. ദൈവസ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് കൊണ്ട് ആത്മാവിൻ്റെ സംവേദന രീതികൾ കൂടുകയും ദൈവത്തെ കൂടുതൽ അറിഞ്ഞ് ആനന്ദിക്കാൻ, അതായത് സ്വർഗീയ ആനന്ദം പോലും നിൻ്റെ സ്നേഹത്തിന് ആനുപാതികമായിരിക്കും. നിൻ്റെ ആത്മാവിൻ്റെ ഗുണമെന്ന് പറയണത് എന്താണത്? ദൈവസ്നേഹം തന്നെയാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ, ഉടമ്പടിയാണ് ജീവിക്കുമ്പോൾ നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി കൂടി ഒരു സ്വത്തവകാശം കൈവരിക്കുകയാണ്. കൈ അടിച്ച് കിടന്ന് അടുത്തില്ല. എല്ലാവരും എഴുന്നേക്കുക. ഇരിക്കുന്നവരൊക്കെ എഴുന്നേറ്റോ, സന്തോഷമായിട്ട് എഴുന്നേക്ക്. അപ്പോൾ ഇനി ചെയ്യുമ്പോഴെങ്കിലും എല്ലാം സ്നേഹത്തോടെ ചെയ്യാൻ നോക്കണം കേട്ടോ. രാവിലെ എഴുന്നേക്ക് പാടാണെങ്കിലും എഴുന്നേറ്റ് വരണം. അതിന് പറയണം ഈശോനോട്, ഈശോനെ എനിക്കാണെങ്കിൽ വയ്യ, പക്ഷേ ഞാൻ രാത്രി കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്കി കുഞ്ഞുങ്ങളെ കൂടെ ഇരുന്ന് പഠിപ്പിച്ചൊക്കെ ഇരുന്നപ്പോൾ കുറേ താമസിച്ചാണ് ഉറങ്ങിയത്. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേക്കാൻ എനിക്ക് ഭയങ്കര ക്ഷീണമാണെന്നൊക്കെ പറയുമ്പോൾ നീ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഈ ക്ഷീണം സഹിച്ചുകൊണ്ടാണ് നീ അത് ചെയ്യണത്. അപ്പോൾ അത് ദൈവത്തിൻ്റെ സ്നേഹത്തിലാണെന്ന് നീ ദൈവത്തോട് പറയണം. എനിക്ക് വയ്യാണ്ടാണെങ്കിൽ ഞാൻ ചെയ്യണത് നിന്നോടുള്ള സ്നേഹത്തിലാണെന്ന് പറഞ്ഞ് അതെല്ലാം കൺവേർട്ട്, നിൻ്റെ ക്ലേശങ്ങളെയും രോഗങ്ങളെയും ഒക്കെ നീ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്യണം. എന്നിട്ട് കർത്താവിനത് പറയണം. ഇത് ഉള്ളിൽ ഓർക്കുകയോ നാക്കുകൊണ്ട് പറയുകയോ ചെയ്യണം. പറയണ ഒരു പ്രശ്നമാണ്. കാര്യം പറയാൻ ഓർത്താൽ മാത്രം പോരാ, പറയണം. ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നല്ലേ. വായിക്കിടക്കുന്ന നാക്കിളക്കി തന്നെ ഈ സംഭവം ചെയ്യണമെന്നാണ് പറയണത്. ചുമ്മാ ഓർത്താൽ പോരാ. എനിക്ക് നല്ല ചെറുക്കനെ കിട്ടണമെന്ന് മാത്രം മനസ്സിൽ ഓർത്തൊരു കാര്യമില്ല. കർത്താവിൻ്റെ പച്ചക്ക് പറയണം. കർത്താവിൻ്റെ പച്ചക്ക് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ, ആ ചേച്ചി പറഞ്ഞ പോലെ നാടൻ ഭാഷ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, നമ്മുടെ സ്വന്തം ഭാഷ. അപ്പോൾ ഈശോക്കത് മനസ്സിലാവും ആത്മാർത്ഥമായിട്ടാണ് ഈ സംഭവം ചെയ്യണമെന്നുള്ളത്. നിനക്ക് നീ ഉപയോഗിക്കുന്ന ഭാഷയിൽ തന്നെ കർത്താവിനോട് സംസാരിക്കണം. പോളിഷ് ലാംഗ്വേജ് ഉപയോഗിക്കരുത് പ്രാർത്ഥനയ്ക്ക്. പല ആൾക്കാർക്ക് സംഭവിക്കുന്നത് പോളിഷ് ലാംഗ്വേജ് പ്രാർത്ഥന നോക്കി വായിക്കൽ, അങ്ങനെയല്ലേ ആധ്യാത്മികതയൊക്കെ നമുക്ക് ഡ്രൈ ആയി പോയത്. പ്രാർത്ഥന നോക്കി വായിക്കൽ, പ്രാർത്ഥന അത് ലിറ്റർജിക്ക് ഒക്കെ ആരാധന ക്രമത്തിലാകുമ്പോൾ അതിൻ്റെ ചിട്ടയുണ്ട്. പക്ഷെ നീ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എപ്പോഴും നമ്മൾക്ക് ഹൃദയമാണ് അവിടെ സംവേദിക്കേണ്ടത്. ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്
ദൈവതിരുസനെ സ്നേഹമായിട്ട് കർത്താവ് നിൻ്റെ വാക്കിൻ്റെ ഗ്രാമറല്ല നോക്കണത്, നിൻ്റെ വാക്കിൻ്റെ എന്തുമാത്രം സ്നേഹമുണ്ടെന്നാണ് നോക്കണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വാക്കുകളില് ഉടമ്പടിയിലൂടെ അഭിഷേകം ചൊരിക്കാൻ, ദൈവസ്നേഹം ചൊരിയാൻ, പ്രവൃത്തിയിൽ ദൈവസ്നേഹത്തോടെ ആയിരിക്കാൻ, പെരുമാറ്റം ദൈവസ്നേഹത്തോടെ ആയിരിക്കാൻ അഭിഷേകം ചൊരിയണമേ. കർത്താവേ, ഉടമ്പടി ചെയ്ത ഓരോ മകനും മകളും ദൈവസ്നേഹത്താൽ വിശുദ്ധ കുർബാനയാൽ മുദ്രയിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെ ലോകം മുഴുവനും ഇപ്പോഴേ ഈ ശുശ്രൂഷ കാണാൻ സാധ്യതയുള്ള, ഇന്നും നാളെയും ആഴ്ചയിൽ അടുത്ത ശുശ്രൂഷ വരുന്നവരെ, ഇത് കാണുന്നവരെ ഒരു 70,000 പേരോളം കാണാം. അപ്പോൾ അവരെല്ലാവരെയും നമ്മൾ സമർപ്പിക്കുകയാണ്. ഇപ്പോൾ ലൈവായിട്ടൊരു 3,000 പേര് ഈ ശുശ്രൂഷ ഇപ്പോഴ് ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളെയും വിവിധ ഭൂഖണ്ഡങ്ങളിലും സംസ്ഥാനങ്ങളിലും ജില്ലകളിലും വെച്ച് ഈ ശുശ്രൂഷ ലൈവായി കാണുന്നവരെയും പ്രാർത്ഥനയിൽ കൂടുന്നവരെയും അവരുടെ ജീവിത അവസ്ഥകളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിനായി, വിടുതലിനായി, സംരക്ഷണത്തിനായി, ദൈവിക ഇടപെടലിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് യൂട്യൂബിൽ ജീവിത നിയോഗം കണ്ട് പ്രാർത്ഥിച്ച് ജീവിതങ്ങൾ സമർപ്പിക്കുന്നവരെ അഭിഷേകമായ വിധം തത്സമയ സൗഖ്യം നൽകി, വിടുതൽ നൽകി അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കള്, പ്രായമായിട്ടുള്ളവർ പോലെയും ഈശോയെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മകനും മകളും നിത്യകുർബാനയായ ദിവ്യകാരുണ്യത്താൽ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോഴും ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഉദരം വല്ലാതെ ഗ്യാസ് കയറുന്നവരെ, ഭക്ഷണമൊന്നും വയറ്റി പിടിക്കാത്തവരുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ പൊളിച്ചത് കിട്ടുന്നവരെ, എരിച്ചിലുണ്ടാകുന്നവർ, അല്പം ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് തട്ടി വീർക്കുന്നവർ, അൾസർ രോഗികൾ, അങ്ങനെയുള്ള എല്ലാ രോഗികളും കർത്താവിൻ്റെ നാമത്തിൽ വയറിൽ കൈവെക്കുക. രോഗികൾ മാത്രം, ഉദര രോഗികൾ മാത്രമേ കൈവെക്കാവൂ കേട്ടോ. ഉദര രോഗികൾ മാത്രമേ വയറ്റിൽ കൈവെക്കാവൂ. കർത്താവേ, ഉദരത്തെ അങ്ങയുടെ തിരുസന്നിധി തന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ലോകം മുഴുവനും ശുശ്രൂഷ പങ്കെടുക്കുന്നവർ ഉദര രോഗികളുണ്ടെങ്കിൽ ഇപ്പോഴീ അൾത്താറയിൽ നിങ്ങളിലേക്ക് ശക്തി വരേണ്ട സമയമാണ്. ഉദരത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട. ഹല്ലേലൂയ. ലോർഡ് ജീസസ്, ഈശോ സ്പർശിക്കണമേ കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവശക്തിയാൽ ഉദര രോഗങ്ങൾ സൗഖ്യമാകണമേ. പരമദിവ്യകാരുണ്യത്തിന് നെഞ്ചുവേദനയുള്ളവരെ, കരള് രോഗികൾ, പാങ്ക്രിയാസിൻ്റെ അസുഖമുള്ളവരെ, ഹൃദയരോഗികൾ, അവരെല്ലാം നെഞ്ചത്ത് കൈവെക്കുക. നെഞ്ച് സംബന്ധമായ എല്ലാ രോഗങ്ങളും എപ്പോഴും ഓർക്കേണ്ട കാര്യം. നമ്മുടെ ആരാധനയിൽ നമുക്ക് ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങളുടെ രീതിയെ നോക്കാനാണെങ്കിൽ, നമ്മൾ ഒരു രോഗിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാലും ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി എടുത്തിരിക്കുന്ന കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടിയ ഒരു മധ്യശക്തിയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് അത് സൗഖ്യമാകും. ഇന്ന് കുറേ സാക്ഷ്യം അങ്ങനെ നമ്മൾ കേട്ടില്ലേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർക്കത്
സൗഖ്യം. അവരേത് വിശ്വാസത്തിലുള്ള ആൾക്കാരായാലും ദൈവം അവർക്ക് കരുണ കൊടുക്കും. മുഴകളുള്ളവർ, സിസ്റ്റുള്ളവർ ആ ഇടത്ത് കൈവയ്ക്കേണ്ടതാണ്. ചിലപ്പോൾ ഗർഭാശയത്തിലാകാം, ചിലപ്പോൾ മൂത്രാശയത്തിലാകാം, ചിലപ്പോഴേ എന്തെങ്കിലും മാംസം വളരണത്, അതാണ് സിസ്റ്റ് എന്ന് പറയണത്. ചെറിയ മാംസ കഷ്ണങ്ങൾ വളർന്നു വരുന്നതാണ് സിസ്റ്റ്. അതും ഗർഭാശയത്തിൽ വരും, അണ്ഡാശയത്തിൽ വരും, ചില ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളുണ്ടാകും. അപ്പം അതുകൊണ്ട് അവിടെയെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. മുഴയുള്ളവരുണ്ടാവും, തൊണ്ടയിൽ മുഴയുള്ള സംസാക്ഷ്യം കേട്ടില്ലേ? അതുപോലെ കക്ഷത്ത് മുഴയുള്ളവർ, മുഴ ഇനി വേറെ കുഴപ്പമൊന്നുമില്ല, നീരിറങ്ങി കല്ലച്ച് പോയവരുണ്ടാകും, അതും മുഴയായിട്ട് വരും. അവിടെയൊക്കെ നിങ്ങൾക്ക് സ്പർശിക്കാം. പറഞ്ഞിട്ട് നിങ്ങൾ പറയണം, ഒന്ന് പറഞ്ഞേ, കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ ഞാൻ ഈ രോഗത്തിൻ്റെ മേൽ നിന്റെ നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ നാമത്തിലെ ഈ ആരാധന സമയത്ത് ഞാൻ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന മക്കള് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ പേരും. കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യം 20 കൊല്ലമായിട്ട് മക്കളില്ലാത്തവരാണ്. 2 കൊല്ലം 10 കൊല്ലം അല്ല, 20 കൊല്ലം. 20 കൊല്ലം ഒരു ഉടമ്പടി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് 2 കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുത്തു ഒറ്റ പ്രസവത്തിന്. ഇപ്പോഴീ മഹാത്ഭുതങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴേ നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് വിസ്മയമല്ല ഉണ്ടാകേണ്ടത്, വിശുദ്ധിയാണ് ഉണ്ടാകേണ്ടത്. വിസ്മയം ഈ സർക്കസ് കാണുമ്പോൾ ഉണ്ടായിക്കുള്ളൂ, അതിന് നമുക്ക് കെട്ടിയെടുത്ത് ക്രിസ്ത്യാനിയാകേണ്ട കാര്യമില്ല. വിസ്മയം സർക്കസുകാരുണ്ടായിക്കുള്ളൂ. നമുക്കുണ്ടാകേണ്ടത് എന്താണ്? അടയാളം കാണുമ്പോൾ വിശുദ്ധി ഉണ്ടാകണം. കർത്താവ് ഒരു ആദ്യം മോസസിനെ വിളിക്കുമ്പോഴെന്താ പറയണത്? നീ നിൽക്കുന്ന ഇടം വിശുദ്ധമാണ്, ചെരിപ്പൂരിയിട്ട് അടുത്തേക്ക് വരാൻ. നമ്മളിലുള്ള എല്ലാവിധ അവിശുദ്ധമായ സാഹചര്യങ്ങളും വിട്ടുപേക്ഷിച്ചിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം. ദൈവത്തിന് അടുത്തും അകന്നുമില്ല, പക്ഷെ നമുക്ക് അടുക്കുകയോ അകലുകയോ ചെയ്യാം. പറഞ്ഞ മനസ്സിലായില്ലേ? സൂര്യൻ നിൽക്കണം, ഇപ്പം തന്നെ നിൽക്കും. പിന്നെ ആരാണ്? ഭൂമിയാണ് അടുത്ത് വരുന്നതും അകന്നു പോണതും ഒക്കെ അല്ലേ? അപ്പം നമ്മളുടെ റെഗുലേഷൻ നമ്മുടെ കയ്യിലായിരിക്കേണ്ടത്. വിശുദ്ധി കൊണ്ട് അടുത്ത് വരാം എന്നുള്ളൊരു സൂചന വന്നില്ലേ ചെരുപ്പ് വരാൻ പറഞ്ഞപ്പോൾ? ഇല്ലേ? ചെരുപ്പ് വരികയാണെങ്കിൽ നിനക്ക് കുറച്ചുകൂടി എൻ്റെ അടുത്ത് വരാം. വിശുദ്ധി ദൈവം നൽകുന്ന ദൈവസ്നേഹത്തിൻ്റെ തന്നെ വേറെ ഒരു ജീവിത ക്രമമാണ് വിശുദ്ധി എന്ന് പറയണത്. സ്നേഹം തന്നെയാണ്. സ്നേഹം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിശുദ്ധിയും ഒപ്പം വർദ്ധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി നിങ്ങളെ വിശുദ്ധരാക്കും. കൈയിടിച്ച് കിടത്താണ്. കർത്താവായ ദൈവമേ, ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ തിട്ടപ്പെടുത്തുന്ന നന്ദി പറയുന്ന കർത്താവേ, വിശുദ്ധീകരിക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവേ, കർത്താവേ ഞങ്ങളുടെ ജീവിത രീതികളെ ക്രമപ്പെടുത്തി വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മക്കളില്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അപ്പോൾ മക്കളില്ലാത്തവർ ഇപ്പോഴും വീണ്ടും നമ്മുടെ യൂട്രസിൻ്റെ അവിടെ കൈവെക്കണം കേട്ടോ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്ത് കർത്താവേ. മക്കളില്ലാത്തവർക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിവാഹം ഒത്തുവരാത്തവർക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ മക്കളെ ലഭിക്കുകയും അങ്ങയുടെ വലിയ ശ്രേഷ്ഠ സന്തതിയായി ജീവിക്കുവാൻ സുവിശേഷത്തെ സാക്ഷിയാക്കി മാറ്റണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, വന്ധ്യയായ എലിസബത്തിന് സന്താന പുഷ്ടി കൊടുത്ത ദൈവമേ, സാറായിക്ക് 90 വയസ്സിൽ സന്താന കൃപ കൊടുത്ത ദൈവമേ, സന്താന രഹിതരെ ആശീർവദിച്ച് നന്ദി പറയുന്നു. ജോലിയില്ലാത്തവരെ എന്തോ ഒരു വലിയ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. ആ ജോലി കിട്ടുന്ന ആൾക്കാർക്ക് പോലും അറിയാം
ഇത് കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല. കർത്താവ് ഇഷ്ടമുള്ള ചോദിക്കാൻ പറഞ്ഞില്ലേ? ഇവരൊക്കെ ഇഷ്ടമുള്ളത് ചോദിച്ചാൽ എന്താ? അവിടെ ലവ് ലെവൽ വർദ്ധിച്ചിട്ടാണ്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് മക്കളുടെ ലവ് ലെവല്, സ്നേഹനിലവാരം വർദ്ധിപ്പിക്കണം. അതിനു വേണ്ടിയാണ് നമ്മുടെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനവും അവൻ പറയുന്ന പോലെ ചെയ്യണത്. അത് നിത്യത വരെ സഹായകരമാകണം. ഈ സന്ദേശം നിങ്ങൾ വീട്ടിൽ പോയി രണ്ടാമത് യൂട്യൂബിൽ നിന്ന് എടുത്ത് കേട്ട് പഠിക്കണം ഓരോ വചനങ്ങളും. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് തൈറോയ്ഡ് രോഗികളാണ്. നിങ്ങൾ ഈ രോഗങ്ങളുടെ പേരൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് സങ്കടം വരണം. ഇപ്പോൾ ഒരു സാക്ഷ്യം വന്നില്ലേ, സംസാരിക്കാൻ 14 ദിവസം കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ രോഗം എനിക്കാണ് വന്നിരുന്നെങ്കിലെന്ന് ചിന്തിക്കണം. അപ്പം നമുക്ക് അവരോട് ഒരു സഹതാപവും അവർ ദൈവത്തോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് തോന്നിപ്പോവും. എന്ത് രോഗം കേട്ടാലും ദൈവത്തോട് നന്ദി പറയണം. ദൈവമേ ഇതെനിക്കാണ് വന്നിരുന്നെങ്കിൽ. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അച്ഛൻ ഈ പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിക്കണം. ഇങ്ങനെ പട്ടിക നോക്കി 2, 2, 4 പറയുകയില്ലേ? ഞാൻ ഓരോ രോഗിക്കുണ്ടാകുന്ന രോഗങ്ങൾ എൻ്റെ മനസ്സിൽ കണ്ട് അത് ഞാൻ അനുഭവിച്ച് അവരുടെ വേദന ഞാൻ ധ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിർബന്ധമായിട്ട് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അവരിനി വേദനിക്കാൻ പാടില്ല. നീ പ്രത്യക്ഷപ്പെട്ട മണ്ണ് എന്നോട് ചോദിക്കാൻ ഞാൻ പറയാതെ എൻ്റെ യോഗ്യത അനുസരിച്ചല്ലാതെ അമ്മ സ്വന്തം തീരുമാനം എടുത്ത് പ്രത്യക്ഷപ്പെട്ട മണ്ണാണിത്. അപ്പോൾ അമ്മ സ്വന്തം തീരുമാനം എടുത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ അത് ആശ്രയിച്ചുകൊണ്ട് ഇവിടെ നിന്നെ അവലംബപ്പെടുന്നവരെ ഇവിടുന്ന് സന്തോഷത്തോടെ പോകാൻ ഇടയാക്കണം. അതുകൊണ്ട് എല്ലാ രോഗികളുടെ മേലെ സ്പർശിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ക്രിസ്തുവേ ഉന്നതമായ നാമത്തിലെ തൈറോയ്ഡ് രോഗങ്ങളെ, പ്രോസ്റ്റേറ്റ് രോഗങ്ങളെ, ശിരോവേദനകളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. വീടില്ലാത്തവരെ ഇന്നത്തെ സാക്ഷ്യം കേട്ടില്ലേ? പുഴ ഒഴുകുന്ന സ്ഥലത്ത് 5, 6, 7 വർഷമായിട്ട് പട്ടയമില്ലാത്ത ഭൂമി. ആ പട്ടയമില്ലാത്ത ഭൂമി വീട് വെക്കാൻ അനുവാദമില്ല. അതിന് ആ പട്ടയ ഭൂമിയിൽ കരമടച്ച രസീതുമില്ല. വീട് വെക്കാൻ കാശുമില്ല. എന്നിട്ട് ഈ വീടൊക്കെ ഇവിടുന്ന് വന്ന് അമ്മയുടെ കയ്യിൽ 10,000 വീടുണ്ട്. അത് പട്ടയമില്ലാത്ത ഭൂമിയാണെങ്കിലും അമ്മ ഒന്ന് തീരുമാനിച്ചാൽ വിഷയം നടക്കും. അതിലെ നമ്മൾ കേട്ടത് ഇത് ഒരു സാക്ഷ്യമല്ല, ഇങ്ങനെ കുറേ സാക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ വീടില്ലാത്തവർ കൈപൊക്കിക്കേ, സ്ഥലമില്ലാത്ത കൈപൊക്കിക്കേ, സ്ഥലവും വീടില്ലാത്ത കൈപൊക്കിക്കേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ കർത്താവിൻ്റെ കൃപയിൽ വീട് ലഭിക്കാൻ ഇടയാക്കണമേ. ദൈവത്തിൻ്റെ ശക്തി അവർക്ക് ആവശ്യിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി ആവശ്യിക്കട്ടെ. ഹല്ലേലൂയ. പുതിയ വീട് വെച്ചിട്ട് 7-ാം തീയതി 8-ാം തീയതി പ്രളയം, 7-ാം തീയതി താക്കോല് കിട്ടി. അത് വെഞ്ചരിച്ച് 8-ാം തീയതി പ്രളയമായിട്ട് പോരും. വെള്ളം വന്ന് വേലിക്കൽ എത്തി നോക്കിയിട്ട് പോയി. കാര്യം എന്താ അറിയാം? അമ്മ അകത്ത് നിൽപ്പുണ്ട്. പിടിച്ച് വീഞ്ഞാക്കി എന്ത് ചെയ്യും? വെള്ളത്തിന് പണ്ട് പോലെ അനുഭവമുള്ളതാണേ. അമ്മ ആരാണെന്ന് വെള്ളത്തിന് അറിയാം, നമുക്കാണ് അറിയാൻ പാലാത്ത. ശ്രുതികട ഹല്ലേലൂയ. വെള്ളത്തിന് വീഞ്ഞാക്കി അത്ഭുതം നടത്തിയ ദൈവമേ, ഉടമ്പടി ചെയ്യുന്ന മക്കൾക്ക് തത്സമയ ദൈവാനുഭവം പറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കേസിൽപ്പെട്ടവരെ, ജയിലിലായിരിക്കുന്നവരെ, നിങ്ങളങ്ങനെ ഒരിക്കലും ആരെയും വിധിക്കരുത് കേട്ടോ. അവർ ജയിലിൽ കിടക്കുന്നത് അവരുടെ കയ്യിരിപ്പ് കൊണ്ടാണെന്നൊന്നും പറയരുത്. നമുക്കിതൊന്നും പറയാനുള്ള അവകാശമോ അധികാരമോ ഇല്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മുള്ളിൽ പെടേണ്ട ഒരു ആട് കണ്ട ആ ആടിനെ എടുക്കാനേ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ആടിന് അങ്ങനെ തന്നെ വേണം, കയ്യിരിപ്പ് കൊണ്ടാണെന്ന് ഇതൊന്നും നമ്മളുടെ റെഫറൻസിൽ വരുന്ന വിഷയമല്ല. അതുകൊണ്ട് ജയിലിൽ കിടക്കുന്നവരെ ഓർക്കണം. എന്ത് അവസ്ഥയിലാണ് അവർ കിടക്കുന്നത്? ഇനി അവരുടെ കയ്യിൽ തന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും ദൈവത്തിന് അവരെ ഏറ്റെടുക്കാൻ പറ്റും. അപ്പം അവരെ സംരക്ഷിക്കാൻ പറ്റും, വലിയ മനുഷ്യരാക്കാൻ പറ്റും. ഈ ജയിലിൽ കിടക്കുന്നവരൊക്കെ സാധാരണ മനുഷ്യരെക്കാൾ കഴിവുള്ളവരാണെന്നറിയാമോ?
സാധാരണ മനുഷ്യരെക്കാളും കഴിവുള്ളവരാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർക്കിയിരുന്ന് ഇവിടുന്നൊക്കെ കുറേ ആൾക്കാർ പോയില്ലേ, ആ ജെറ്റ് വിമാനത്തിൻ്റെ ആളൊക്കെ ഇപ്പം തകർന്ന് നാട് വിട്ട് പോയില്ലേ, 900 കോടി കടമൊക്കെ ആയിട്ട് പോയില്ലേ ഇല്ലേ. അപ്പോൾ അങ്ങനെ പോയവരെപ്പോൾ നമ്മളോർക്കും അവർ കള്ളന്മാരാണെന്ന്. അങ്ങനെയല്ല, അവർ എത്ര ആയിരങ്ങൾക്കാണ് ഇന്ത്യയിൽ ജോലി കൊടുത്തത്. എത്ര ആയിരങ്ങൾക്കാണ് ഇന്ത്യയിൽ ജോലി കൊടുത്തത്. അവരുടെ ആ ജെറ്റ് വിമാന കമ്പനി തകർന്നപ്പോൾ എത്ര എയർ ഹോസ്റ്റസുമാരാണ് പട്ടിണിയായിപ്പോയത്. അവർ ജോലി ചെയ്തപ്പോൾ ആരാണ് കടമില്ലാത്തത്? കടം വരും ആർക്കായാലും. ഇങ്ങനെയുള്ളവരൊക്കെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യണം. ജനത്തിന് നിലനിർത്താൻ കഴിവുള്ളവരെ രാജ്യം കടത്തി വിടരുത്. അത് കഴിവാണത്, അതവരുടെ കഴിവാണ്. അവർ കഴിവ് കൊണ്ടാണ് ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കിയത്. നമ്മളൊരു വീട് കൊണ്ടുപോകാൻ നമുക്ക് എന്ത് പാടുപെടണം നമ്മളെ, അപ്പോഴൊരു ബിസിനസ് കമ്പനി കൊണ്ടുപോകാൻ അതിനൊക്കെ പാടായിരിക്കും. അപ്പം അത് കഴിവുള്ളവൻ, ധൈര്യമുള്ളവൻ അതിൻ്റെ അകത്ത് സാഹസികമായിട്ട് ചെന്ന് ചാടിയിരിക്കുകയാണ്. അപ്പോൾ ചില കണക്ക് തരുകൂടെ കൂട്ടർ തെറ്റിപ്പോകുമ്പോൾ ചിലപ്പോൾ സാമ്പത്തിക ബാധ്യത വരും. രാഷ്ട്രം നമ്മുടെ കഴിവുള്ളവരെ സംരക്ഷിക്കണം. എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ജനങ്ങൾ ഇവിടുന്ന് കുറ്റിയും പറിച്ച് ലോകരാജ്യങ്ങളെല്ലാം പോയി ജോലിക്ക് തെണ്ടി നടക്കേണ്ടി വരും. ഇന്ത്യക്കാരൻ കഴിവുള്ളവന് അവന് സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് കൊടുത്ത് അവനെ നിലനിർത്തി അവൻ്റെ കഴിവിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്ര പുനർനിർമ്മാണത്തിനും ജനങ്ങൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. ശ്രുതികട ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, കർത്താവിൻ്റെ ശക്തി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും കൽപ്പിച്ച ദൈവമേ, ജയിലിൽ കിടക്കുന്ന മക്കള്, നാട് കടത്തപ്പെട്ട മക്കള്, അവരുടെ ജീവിത മേഖലകളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ പരമദീപകാരുണ്യത്തിന് PR ഒത്തുവരാത്തവരെ, വിസ ട്രബിൾസ് ഉള്ളവരെ, ഏജൻസിക്ക് പൈസ കൊടുത്തിട്ട് വിസ കിട്ടാൻ താമസിക്കുന്നവരെ, പലതരത്തിലുള്ള IIT OIT പോലുള്ള നൈപുണ്യ പല മത്സര പരീക്ഷകൾ, യോഗ്യത പരീക്ഷകൾ, നൈപുണ്യ പരീക്ഷകൾ അതെല്ലാം എഴുതിയിരിക്കുന്നവരെ, എഴുതാൻ പോകുന്നവരെ, അവരതിനുവേണ്ടി ഉടമ്പടി എടുത്തിട്ടുള്ളവരുടെ മേലെല്ലാം കാരുണ്യം ലഭിക്കാൻ അവരുടെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപയാൽ അവർ കരകയറാൻ കൈയുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമേ, പരീക്ഷ എഴുതുന്ന മക്കള്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മക്കളെ സ്പർശിക്കണമേ കർത്താവേ. അവരുടെ തൊഴിൽ മാറുക കർത്താവേ. ശരീരമാസകലം രോഗമുള്ളവരുണ്ടാകും, നീർക്കെട്ടലുള്ളവർ, ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകളുള്ളവർ, എത്ര മരുന്ന് കഴിച്ചിട്ട് ഒരു മാറ്റവുമില്ല തുടരുന്നവർ, ശരീരത്തിൽ ഇങ്ങനെ അലർജിയുള്ളവർ എല്ലാം അവനെ ഇന്ന് പറഞ്ഞിരിക്കുന്ന രോഗിയില്ലേ, എന്താ പറഞ്ഞത്, കൊടിഞ്ഞി രോഗം പറഞ്ഞില്ലേ ഇന്ന്, മെനിഞ്ചൈറ്റിസ് അല്ല, മെനിഞ്ചിസ് അല്ലോ, മൈഗ്രെയിൻ, കൊടിഞ്ഞി രോഗമുള്ളവർ അവരെല്ലാം ഇങ്ങനെ കുറേ കുടിഞ്ഞി രോഗക്കാർ ഇവിടെ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. 40 കൊല്ലം 20 കൊല്ലമൊക്കെ ഉള്ളവർ. അപ്പം അമ്മ ഇതെല്ലാം ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തലവേദന മാറി മാറി വരുന്നവർ തല കൈവെക്കുക. കാര്യം തലവേദന അത്ര അത് ഒന്നും ചെയ്യിക്കാൻ പറ്റത്തില്ല, ഛർദ്ദിച്ച് പിരിയുള്ളത്. അങ്ങനെയുള്ളവരുണ്ട്. രോഗം വരുമ്പോൾ ഒക്കെ എന്ത് ചെയ്യും ദൈവമേ എന്നുള്ളവരുണ്ട്. അവർ തലയിൽ കൈവെക്കുക. കുടിഞ്ഞിക്കാർ, അലർജിക്കാർ, മറ്റു ശരീരം മൊത്തം ഉള്ളംകാലും ഉച്ച രോഗമുള്ളവർ അച്ഛനെ പോലെ പിണച്ച് കൈവെക്കുക. കിഡ്നി രോഗികൾ നടുവിൽ കൈവെക്കുക, നടുവിന് കൈവെക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മാരക രോഗങ്ങൾ, തിരാവേദികൾ, മനോരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. രോഗങ്ങൾ മുഴുവൻ ക്യാൻസർ രോഗികൾ, അതുപോലെ തന്നെ മനോരോഗികൾ, ഉറക്കമില്ലാത്ത കുറേ ആൾക്കാർ സുഖപ്പെട്ടിട്ടുണ്ട്. ഉറക്കമില്ലാതെ ഒന്ന് കിടന്നു നോക്കണം, 2 ദിവസം കൊണ്ട് മനുഷ്യൻ്റെ മാനസിക നിലവാരം തന്നെ മാറിപ്പോകും. അപ്പോൾ ഉറക്കമില്ലായ്മ വലിയൊരു വിഷയമാണ്. ഷുഗർ രോഗികൾ, പ്രഷർ രോഗികൾ, അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോണത്. ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. എപ്പോഴും നിസ്സാര ഒരു സ്വരം കേട്ട പട്ടി കുരച്ചാൽ പോലും പ്രഷർ കൂടുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ നമുക്ക് വലിയ സങ്കടം തോന്നണം. അവരൊക്കെ അമ്മയുടെ അടുത്ത് പറയണം, ഇത്
നിങ്ങളുടെ അമ്മക്കില്ലെന്ന് പറഞ്ഞിട്ട് പറയരുത്. വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ മതി, അത് അമ്മയോട് പറയണം. അമ്മ ഇന്ന ആൾക്കാർക്ക് ഇന്ന രോഗമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിൻ്റെ ശത്രുക്കൾക്കാണെങ്കിൽ പോലും നീ അത് പറയണേ. ഇവിടെ അവരൊക്കെ സുഖമായി ജീവിക്കട്ടെ, അങ്ങനെ മനസ്സിനോട് പറ. അപ്പം നിൻ്റെ സ്നേഹ നിലവാരം വർദ്ധിക്കും. അപ്പം നിൻ്റെ നിത്യതയിൽ കർത്താവിനെ അറിയാനും നിൻ്റെ അനുദിന ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി വരാനും സാധിക്കും. അതുപോലെ തന്നെ ഈ പലതരത്തിലുള്ള പ്രണയബന്ധങ്ങളിൽ നിന്ന് കുടുങ്ങി വരും, തല ഊരാൻ പറ്റാത്തവരൊക്കെ ഇല്ലേ. പണ്ടത്തെ പെൺകൊച്ചുങ്ങളെക്കാളും ഭയങ്കര ഒരു അപകടത്തിലാണ് പുതിയ പെൺകുട്ടികളെ. പ്രത്യേകിച്ച് ആരെങ്കിലും കയറി ലൈനാവും, അത് പെട്ടെന്നൊക്കെ നടക്കും. പക്ഷെ ഒറ്റ ആഴ്ച കൊണ്ടൊക്കെ 1-2 മാസം കൊണ്ടൊക്കെ അവർ ശാരീരിക ബന്ധമായി പോകും. ഇതാണ് ഈ കാലത്തെ ഏറ്റവും വലിയ ദുരന്തം. അതുകൊണ്ടാണ് പിന്നീട് അവർ തിരിച്ച് വിളിച്ചിട്ട് വരാത്തതിൻ്റെ കാരണം. അകപ്പെട്ടു പോകും. അത് ഭയങ്കര അകപ്പെടലാണത്. അതുകൊണ്ട് പെൺകുട്ടികളെ അച്ഛൻ പറഞ്ഞ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഒരു വായി നോക്കികളുടെ പുറകിൽ അവൻ എത്ര വലിയ ആളായാലും നീ നിൻ്റെ വിശ്വാസം വിട്ട്, നിൻ്റെ മാതാപിതാക്കന്മാരുടെ സംസാരം വിട്ട്, നിൻ്റെ വിശുദ്ധി വിട്ട് നീ കളിക്കരുത്. ശ്രദ്ധിച്ച് വിളിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ആധ്യാത്മികവും ശാരീരികവുമായ അപകടം പിണഞ്ഞിരിക്കുന്ന മക്കളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ യേശുനാമത്തിലെ വിടുതൽ പ്രാപിക്കട്ടെ. കൂട്ടുകെട്ടുകളിലും പ്രേമബന്ധങ്ങളിലും മൊബൈൽ ചാറ്റിങ്ങിലൂടെയും എല്ലാം അകപ്പെട്ടുപോയ മക്കളെ അച്ഛനെ പെങ്ങന്മാരുടെ കാര്യം പറയാനുണ്ട്. കർത്താവിനാൾ തറയുന്നു. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഒരു ശാരീരികമായ ഒരു വിഷയം അറിയാണ്ട് വന്നു പോയെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ സാത്താൻ്റെ അടിമയാണ് നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ തിരിച്ചു പോരണം. കാര്യം നിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ സ്വന്തമാണ്. നിൻ്റെ കർത്താവ് നിൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ ചോര ചൊരിഞ്ഞ് മരിച്ചവനാണെങ്കിൽ നിൻ്റെ ശരീരത്തിട്ട് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ എപ്പോഴും വിചാരിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു അബദ്ധമൊക്കെ സംഭവിച്ചെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പേരിൽ ജീവിതകാലം മുഴുവനും അവിശ്വാസിക്കടിമയായി നിൽക്കരുത്. യു മസ്റ്റ് റിട്ടേൺ. നീ തിരിച്ചു പോരണം. ശ്രുതികട ഹല്ലേലൂയ. ബന്ധങ്ങളിലകപ്പെട്ട് തിന്മയിൽ അകപ്പെട്ട് പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അപ്പോൾ ചില പെങ്ങന്മാർ എന്നോട് ചോദിക്കുകയെ, അച്ഛാ അങ്ങനെ പോരുമ്പോൾ അതൊരു വഞ്ചനയല്ലേ എന്നും. ഞാൻ പറഞ്ഞ് യു അക്സെപ്റ്റ് ദ ലെസർ ഈവിൾ എന്ന് പറയും. കാര്യം നാളെ ചത്തുപോണ ഒരാളെ എടുത്ത് നമ്മളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണത് നമ്മുടെ ദൈവത്തെ വഞ്ചിക്കണം കൂടി നോക്കുമ്പോൾ ഏത് വഞ്ചനയായിരിക്കും വലുത്? നിൻ്റെ ആത്മാവിന് വീണ്ടെടുത്ത കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ നീ അപമാനിച്ചുകൊണ്ട് അവൻ്റെ കുരിശിന് പുല്ലുവില കാണിച്ചു കൊടുക്കുന്നത് ആരാണ്? പിശാസാണ്. നീ ഒരു പിശാസായി മാറുന്നതാണ് നല്ലത്. മനുഷ്യനായ അനുതാപമുള്ളവനായി നിലനിൽക്കുന്നതാണ് വരുത്. മനുഷ്യനായ അനുതാപമുള്ളവൻ നിലനിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ കാലിനെ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ, വിരലെ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ആ വിരൽ മുറിച്ച് കളയും നമ്മൾ. എന്താ കാര്യം? ശരീരം മൊത്തം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, അല്ലേ? നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമായി നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വിശുദ്ധി നഷ്ടപ്പെട്ട സാഹചര്യം വെച്ചുകൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും. എന്നിട്ടെന്ത് ചെയ്യും? നമ്മൾ കർത്താവിനോട് ഐക്യപ്പെട്ട് നിൽക്കും. അതുകൊണ്ടാണ് നീ തിരിച്ചു പോരാൻ പറഞ്ഞതിൻ്റെ കാരണം. നിൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വില നിനക്ക് നിത്യതയും മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ മാതാവിനെ നേരെ കണ്ട ആളാണ്. അതുകൊണ്ടാണ് ഇത്രയും കാർക്കശ്യമായിട്ട് സംസാരിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. അധികാരം പ്രഖ്യാപിച്ച് കൃപാസന മട്ടാരിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മേ, അമ്മയുടെ മുന്നിൽ ദിവ്യകുർബാനയിൽ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനും മകളും അവരുടെ തിന്മകളിൽ നിന്നും ജീവിത സാഹചര്യത്തിൽ നിന്നും വിശുദ്ധീകരിക്കും നന്ദി പറയുന്നു. നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. ബ്ലസ് ചെയ്യാൻ പോകുന്നു. പത്രം എല്ലാവരും വാങ്ങിക്കണം. പത്രമാണ് നമ്മളുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ തിരിച്ചറിയാനുള്ള കാർഡ്. പത്രം ഒരു തിരിച്ചറി കാർഡ്, അറിയാമല്ലോ. നിങ്ങളുടെ കയ്യിരിക്കുന്ന പത്രത്തിൻ്റെ കൂപ്പണില്ലേ, പ്രേക്ഷിത കൂപ്പൺ, അതൊരു തിരിച്ചറി കാർഡാണ്. നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്, ഉടമ്പടി ഓക്കെ ആണെന്നറിയാൻ വേണ്ടിയുള്ള കാർഡ്. അപ്പോൾ ഒരു മാസം അത് മുടങ്ങരുത്. യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻ ഇന്ന് തന്നെ സന്ധ്യയ്ക്കുള്ളിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഷാലോൺ ടി വിയിലും ഗുഡ്നസ് ടി വിയിലും ഉടമ്പടി ധ്യാനമുണ്ട്. പത്രത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ്. ഇന്ന് അനേക ലക്ഷങ്ങൾ ആ മാതാവ് ഇപ്പോൾ ഉടമ്പടി ചെയ്തിരിക്കുന്നവർക്കും
ഉടമ്പടി ചെയ്ത് കഴിഞ്ഞ് വേറെ ഒരു അസ്വസ്ഥത ഒരു വിഷയം ഉണ്ടായാൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? ഉടനെ ലൈറ്റ് ക്യാൻഡിൽ ചെയ്യണം. അക്രൈസ്തവർക്ക് ഉടമ്പടി ചെയ്യാൻ അനുവാദമില്ല. കാര്യം ഉടമ്പടിയിൽ കുറേ അധികം മതനിഷ്ഠയുള്ളതാണ്. അപ്പോൾ അവർക്ക് എന്നാ ചെയ്യേണ്ടത്? അവർക്ക് ക്രൈസ്തവർക്ക് വേണമെങ്കിൽ സന്തോഷത്തോടെ അവർക്ക് വേണ്ടി കൂടിയും അവരുടെ പേരിൽ ഉടമ്പടി ചെയ്യാം. അപ്പോൾ ക്രൈസ്തവരായിരിക്കും ഉടമ്പടി ചെയ്യേണ്ടത്, അവരുടെ ആവശ്യം കൂടി ഉൾപ്പെടുത്തും. പക്ഷേ അവരുടെ സാന്നിധ്യത്തിലായിരിക്കണം. അക്രൈസ്തവർക്ക് ഉടമ്പടി ചെയ്യാൻ അനുവാദമില്ല. പക്ഷേ ക്രൈസ്തവർക്ക് വേണമെങ്കിൽ പരസ്നേഹത്താൽ അക്രൈസ്തവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ഉടമ്പടിയിൽ ഉൾപ്പെടുത്താം. നിങ്ങളുടെ 4 കാര്യവും അവിടെ 2 കാര്യവും, പക്ഷേ വിശുദ്ധി പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അവിടെ സാന്നിധ്യം വേണം അത് ചെയ്യാൻ. അങ്ങനെ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നത് സഹായിക്കുക. പിന്നെ അവർക്ക് വേണമെങ്കിൽ സ്വാഭാവികം അവർക്ക് ലൈറ്റ് ക്യാൻഡിൽ ചെയ്യാം. അതിനകത്ത് വേറെ നിബന്ധനകൾ വരണില്ലല്ലോ. അപ്പോൾ അക്രൈസ്തവർക്ക് ലൈറ്റ് ക്യാൻഡിൽ ചെയ്യാം. ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അവർക്ക് നിബന്ധന അതിൻ്റെ അകത്ത് മതനിബന്ധന ഒന്നും വരുന്നില്ല അതിൻ്റെ അകത്ത്. 2020 ജപമാല ഒക്ടോബർ 24 ഇന്നു മുതൽ തന്നെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് വ്രതമെടുത്ത് പ്രാർത്ഥന തുടരേണ്ടതാണ്.